ചാലിയാറിൽ തിരച്ചിലിൽ ഒരു ശരീരഭാഗം കണ്ടെത്തി. നിലമ്പൂർ നൈലാടി പാലത്തിന് സമീപത്തു നിന്നാണ് ശരീരഭാഗം കണ്ടെത്തിയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഇന്നലെയും ഒക്കെയുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ശരീരഭാഗം കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ ഏത് തരത്തിൽ പരിശോധന? ഏറ്റവും ഒടുവിലായി ശരീരഭാഗം ലഭിച്ചു, അതിന്റെ വിവരങ്ങൾ കൂടി. അല്പസമയം മുന്നേ ചാലിയാർ മുക്കിനും മൈലാടി പാലത്തിനും സമീപത്ത് നിന്ന് ചാലിയാർ പുഴയിൽ നിന്നാണ് ഒരു ശരീരഭാഗം നിലവിൽ ഫയർഫോഴ്സ് കണ്ടെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഈ ശരീരഭാഗം എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ ഒരു ശരീരഭാഗം മാത്രമാണ് ഇതുവരെ നടത്തിയ തെരച്ചിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ മമ്പാട് ഓടായിക്ക് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്താണ്. ഇവിടെയാണ് അതിവിപുലമായ ഒരു തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ പാലത്തിനടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മരത്തിൻ്റെയും ഒപ്പം തന്നെ ഈ പാറക്കല്ലുകളുടെ അവശിഷ്ടം നീക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. NDRF ആണ് പ്രധാനമായും ഇതിൽ നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. മുകളിൽ നിന്നും ഒരു കയർ ശരീരത്തിൽ ബന്ധിച്ച് താഴെ 2 ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് മരങ്ങളെല്ലാം തന്നെ മറ്റൊരു കയറിൽ കെട്ടി അത് മുകളിലുള്ള NDRF ഉദ്യോഗസ്ഥർ അത് വലിച്ച് മുകളിലേക്ക് കയറ്റുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ശരീരങ്ങളോ ശരീരഭാഗങ്ങളോ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിപുലമായ തിരച്ചിൽ ഈ ഭാഗത്ത് നടന്നിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ വലിയ അളവിലായിരുന്നു അന്ന് ഇവിടെ എല്ലാം തന്നെ കൂടിയിരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ഈ ഭാഗത്ത് നടക്കുന്ന തിരച്ചിലിന് പുറമെ ചാലിയാർ പുഴയിലുടനീളം ഇന്ന് ഏതാണ്ട് 70 കിലോമീറ്ററോളം ദൂരം ഈ ഫയർഫോഴ്സിൻ്റെ ഡിങ്കി ബോട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടുള്ള തിരച്ചിലും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചാലിയാർ പുഴയുടെ തീരങ്ങളിലുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അവരുടെ പ്രാദേശികമായുള്ള സഹായത്തോടു കൂടിയുള്ള തിരച്ചിലും അതിവിപുലമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ 238 മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇതുവരെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഈ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണ് ഇത് എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ 235 പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നിലവിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാർ NDRFനെ സഹായിക്കുന്ന കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്ത് ഇതിനെല്ലാം തന്നെ സജീവമായി ഉണ്ടായിരുന്ന നാട്ടുകാർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ആയിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ? ഇവിടെ എന്താ വെച്ചാൽ ദുരന്തം ഉണ്ടായിട്ട് 6 നാളുകൾ ഇവിടുത്തെ ജനങ്ങൾ, ലോഡിങ് തൊഴിലാളികൾ, അതുപോലെ ക്ലബ്ബുകൾ, സന്നദ്ധ പ്രവർത്തകരെല്ലാവരും ഈ 3 ഫില്ലറുമ്മൽ പിടിയടങ്ങാത്ത രീതിയിൽ വലിയ രീതിയിൽ മരങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങളിത് രാപ്പകലില്ലാതെ ഇവിടെ അധ്വാനിച്ചപ്പോഴാണ് 3 ബോഡികളോളം നമുക്ക് ഇതിനകത്ത് കിട്ടാനുണ്ടായതും സാധ്യതയുണ്ടായതും. വളരെ ദയനീയമായ അവസാനം ഭീകരമായ രീതിയിലായിരുന്നു ബോഡികൾ താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ അഭിപ്രായത്തിൽ. മരങ്ങളും കല്ലുകളും മാത്രമല്ല, ഈ ഗ്യാസ് സിലിണ്ടർ അടക്കം അടിഞ്ഞു കൂടിയ അവസ്ഥ ഉണ്ടായിരുന്നല്ലേ? ഗ്യാസ് സിലിണ്ടർ, വീട്ടുപകരണങ്ങൾ, അതുപോലെ തന്നെ വളരെ ഭീകരമായ രീതിയിൽ വണ്ടിയുടെ ഓരോ പാർട്സുകൾ, ടയറുകൾ അടക്കമെല്ലാം എല്ലാ ഇതിലും കുത്തി ഒലിച്ചു പോകുന്ന ഭീകരമായൊരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിലവിൽ ഈ സാഹചര്യത്തിൽ നിന്നും മാറി ഒരുവിധം ഈ മരങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും ഈ നാട്ടുകാരാണ് എന്നുള്ളതാണ്. ഈ എല്ലാ വെള്ളപ്പൊക്കത്തിലും ഇങ്ങനെ തന്നെയാണ് ഇവിടെ അവസ്ഥ അല്ലേ? എല്ലാ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ. ഞങ്ങൾ തന്നെയാണ് ഇവിടെ രക്ഷാപ്രവർത്തകർ ഇറങ്ങിക്കാണ്ട് മരങ്ങളൊക്കെ കംപ്ലീറ്റ് നീങ്ങുന്നത്. ആദ്യ ദിവസം നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് കണ്ടൊരു കാഴ്ച എന്തായിരുന്നു ഇവിടെ? അന്ന് തന്നെ എല്ലാ ചണ്ടിയും ചമ്മലും മരങ്ങളും കംപ്ലീറ്റ് ഗ്യാസും കുറ്റികളൊക്കെ അടിഞ്ഞു പോകണതാണ്. പിന്നെയാണ് ശവമുണ്ട് എന്ന് പറഞ്ഞ തോണി വന്നപ്പോൾ പറഞ്ഞു ശവമുണ്ട് ഇവിടെ അടിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ശവം എടുത്തു കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ആൾക്ക് ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത്. ഭയങ്കരമായ ഈ ബ്രിഡ്ജിൻ്റെ ഏകദേശം 1 മീറ്റർ ഹൈറ്റിലാണ് വെള്ളം കുത്തിയൊലിച്ചുകൊണ്ട് പോകുന്നത്. ഇത് തന്നെ ഈ 3 ബോഡി ഇവിടെ കിട്ടേണ്ട. ചാലിയാറിൽ തിരച്ചിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ അല്പസമയം മുൻപ് നിലമ്പൂർ ഭാഗത്തു നിന്നൊരു ശരീരഭാഗം കിട്ടി. ഇന്നലെ 2 ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. ആ പരിശോധന ഇപ്പോൾ പ്രദേശവാസികളുടെയൊക്കെ കൂടി പങ്കാളിത്തത്തോടെ തുടരുന്നു എന്നുള്ളത്